Hi everyone, good evening. അപ്പോൾ ഇന്നലെ മാരത്തോൺ സെഷൻസിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സിംഗിൾ എൻറ്റിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ഒരു കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വിച്ച് വാസ് ദെയർ ഇൻ നമ്മുടെ സ്റ്റഡി ഹബ്. ഇന്നും സ്റ്റഡി ഹബിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഇസ് നോട്ട് ഡിഫറെന്റ് ഇൻ കപ്ലാൻ നോർ ഇൻ സ്റ്റഡി ഹബ്, സെയിം തന്നെയാണ്. ആൻഡ് കുറെ സ്റ്റുഡൻസ് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന് റേഷ്യോസ് പറയുന്ന സമയത്ത് ഒരു എക്സ്ട്രാ റേഷ്യോ പറയണം വിച്ച് ഷോസ് മെനി അഡ്ജസ്റ്റ്മെന്റ്സ് ലൈക്ക് അണ്ടർലൈങ് റേഷ്യോസ്. അപ്പൊ അതും കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റേഷ്യോ കൂടി എടുത്തിട്ടുണ്ട്, which is from an old revision kit because it is not there in our latest revision kit. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പഴയ ഒരു റിവിഷൻ കിറ്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതില് ആ ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യണത് മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരണ്ടാവുക. I'll be showcasing it in a Word document and this document also will be shared in the marathon group. Okay അല്ലേ? അപ്പൊ to start with, നമുക്ക് ഫിറ്റ് കമ്പനി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എടുക്കേണ്ടത്. ആൻഡ് ഫിറ്റ് കമ്പനി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ we will be, they've asked us to solve two parts, that is A part as well as B part. അപ്പൊ നിങ്ങളുടെ മെയിൻ എക്സാമിന് ഇത് രണ്ട് ഷീറ്റ് ആയിട്ടായിരിക്കും തരണ്ടാവുക. അപ്പൊ ഈ രണ്ട് ഷീറ്റിൽ എങ്ങനെയാണ് നമ്മൾ രണ്ടായിട്ട് ഇത് സോൾവ് ചെയ്യാന്നും കൂടി പഠിപ്പിച്ചു തരാം. ഓക്കെ അല്ലേ? And using the financial statement extracts provided, calculate the following ratios for both fit company and sporty company. That is, we have gross profit margin, operating profit margin, trade payable days, return on capital employed, gearing, that is debt by equity. And adile fit company എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ you can see that revenue P&L മൊത്തം തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അതേപോലെ ആവശ്യമുള്ള കുറച്ച് എന്ത് തന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ പൊസിഷന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. That is total equity, non-current liability for capital employed. They have given you profit from operations which is before finance cost. Okay, so you have PBIT for operating profit margin as well as return on capital employed. Then for payable days you have trade payables as well as you have cost of sales. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഇങ്ങനെ വേണം ഈ റേഷ്യോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. So we'll start off with you'll be given a Word document and how are we going to solve this in the Word document? ഇതാണ് നമുക്ക് നോക്കേണ്ടത്. First we have to insert a table where ratios, workings, fit company, sporty company, ഒരു വർക്കിങ്സും കൂടി രണ്ട് വർക്കിങ്സ് എടുക്കാം. ആൻഡ് ഇവിടെ 5 ratios, so 6 എണ്ണം. So we have ratios. This you can write it in capital. Workings, fit company, sporty company. And നമ്മൾ ഏതൊക്കെ റേഷ്യോസ് ആണ് കാണുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ,
Gearing ratio. നമുക്ക് 5 റേഷ്യോ കണ്ടുപിടിക്കാൻ 6 മാർക്ക് തരുന്നുണ്ട്. അപ്പൊ they've given us a lot of marks. അപ്പൊ ഇവിടെ രണ്ടിന്റെയും വർക്കിംഗ്സ് കാണിച്ചോളാം. So that you can gain that full marks. അപ്പൊ I'll wait for like 5 minutes so that you all can calculate these ratios. ഇതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഫിഗേഴ്സ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അർജുൻ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ മാരത്തോണിന്റെ ഗ്രൂപ്പില് എന്ത് ചെയ്തിട്ടുണ്ട്? ഷീറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അതേ ഷീറ്റ് ഞാൻ എന്തിലും കൂടി പിൻ ചെയ്യാം. നമ്മുടെ യൂട്യൂബ് വീഡിയോയിൽ കമന്റ് ആയിട്ട് പിൻ ചെയ്യാം. ഓക്കെ, ഇന്ന് ഞാൻ അത് ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്തോളാം. അതേപോലെ തന്നെ ഈ റേഷ്യോസും നമ്മൾ സോൾവ് ചെയ്യണതിന്റെ ഷീറ്റ്സും കൂടി ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരെണ്ണത്തിന്റെ നിങ്ങൾക്ക് കാണിച്ചു തരാം. Gross profit of fit company is 60,000. The workings is 60,000 ഇടാം. Divided by 250,000 into 100. അതുപോലെ സ്പോർട്ടി കമ്പനീന്റെ is 70,000 divided by 220,000 multiplied by 100. In the fit company, you'll get as good as 24%. അതുപോലെ സ്പോർട്ടി കമ്പനീന്റെ you're going to get 31.8%. ഇതേപോലെ എല്ലാത്തിനും വർക്കിംഗ്സ് ഇടാം. and you're going to get 10%. You're going to get 14.5%. Then the same way you're going to get 67 days. You're going to get 29 days. A return on capital employed, you're going to get 18.5. അതേപോലെ you're going to get 42.7%. And for gearing, you're going to get 50%. And you're going to get 25%. Is that okay now? എല്ലാരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് കിട്ടുന്നുണ്ടോ നോക്കിയേ. വർക്കിംഗ്സ് സപ്പോർട്ട് ആയിട്ട് കാണിക്കണം. വർക്കിംഗ്സ് ഇമ്പോർട്ടന്റ് ആണ്. സന, ഷീറ്റ്സ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഇന്നലത്തെ ഷീറ്റ് ഇന്നലെ തന്നെ അപ്ലോഡായി. ഇന്നത്തെ ഷീറ്റ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഓൾ ദെയർ ഇൻ ദി മാരത്തോണിന്റെ
വാട്സാപ്പ് ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എന്ത് ചെയ്യാം, എക്സസൈസ് ആയിട്ട് മറ്റേ യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്ത് വെക്കാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇത് കിട്ടി കഴിഞ്ഞാൽ പറയട്ടാ. ഇത്ര കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇതെല്ലാവരും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട് 2 ഓഫ് ദി ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് comment on the performance and position of both the companies for the year ended 31st 2010. നിങ്ങളുടെ എല്ലാത്തിനും വർക്കിംഗ്സും വേണം കേട്ടാ. ഈ രണ്ടെണ്ണത്തിനും വർക്കിംഗ്സ് വേണം. ഞാൻ ഒരെണ്ണം കാണിച്ചു തന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ this was a part of the answer. Either you will have this in a single page. Okay, സിംഗിൾ പേജ് അല്ല, രണ്ടാമത്തെ പേജ് ആണെങ്കിലും പുതിയ പേജ് എടുക്കുന്നു. പുതിയ പേജ് എടുത്തിട്ട് ബി പാർട്ട് എന്ന് എഴുതുന്നു. കാരണം എ പാർട്ട് നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തതാണ്. ആ ബി പാർട്ടിൽ നമ്മൾ ആകെപ്പാടെ എന്ത് മാത്രമാണ് ചെയ്യണത്? എക്സ്പ്ലെയിൻ മാത്രമാണ് ചെയ്യണത്. വെയർ ബൈ വിൽ ഇൻസേർട്ട് ടേബിൾ വിത്ത് ഓൺലി 2 columns. That is one for ratios, the other for discussion. 5 റേഷ്യോ ഉള്ളതുകൊണ്ട് 6 കോളം. Ratios, discussion, എന്നിട്ട് ഇതേ റേഷ്യോസ് എഴുതി വെക്കാം. കോപ്പി പേസ്റ്റ്, കോപ്പി പേസ്റ്റ്. ഇപ്പൊ സെയിം പേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെന്റ് പേജസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, ഓക്കെ. കുറച്ച് ആൾക്കാർ ROC കാൽക്കുലേഷൻ ചോദിച്ചിട്ടുണ്ട്. ROC എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഫസ്റ്റ് തിങ്, ഇവിടെ ROC കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക. ദാറ്റ് ഇസ്, ചില ക്വസ്റ്റ്യൻസിൽ അവർ പറയും PBIT എടുക്കേണ്ട പകരം PAT അങ്ങനെ എന്തെങ്കിലും എടുക്കാന്നുള്ളത് പറയും. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ROC നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഇല്ല, ഇവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. സോ ROC is PBIT. PBIT is profit before tax plus finance cost, or you can directly take this 25 and 32. Okay അല്ലേ? 25,000 ഫിറ്റ്കോന്റെ എടുക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് is 25,000 divided by capital employed, that is total equity plus non-current liability, 90 plus 45, that is 90,000 plus 45,000 into 100. Appo you will get percentage. Okay ആണോ? ദിയ, ഇതേപോലെ തന്നെ നമ്മള് ഇവരെടുക്കുമ്പോ 32
divided by 60 plus 15 into 100. Okay. Now coming to the discussion part, നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് മുമ്പ് ഫസ്റ്റ് തിങ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? വി ഹാവ് ടു റീഡ് ദീസ് ഇൻഫർമേഷൻസ്. അപ്പൊ ഈ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് പറയണത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് നോക്കണ സമയത്ത് ഇവിടെ നോക്കിയേ, Fit Company is a manufacturer and retailer of premium branded sportswear which it sells online and its own international sales of branded stores. അപ്പൊ ഇവിടെ ഫിറ്റ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രീമിയം ബ്രാൻഡഡ് സ്പോർട്സ് വെയർ ആണ്. ഓക്കെ അല്ലേ? which sells online as well as in its own international chain of branded stores. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ശരിക്കും പ്രോഫിറ്റബിലിറ്റി ആർക്കാണ് കൂടുതൽ ഉണ്ടാവേണ്ടത്? ഒരു പ്രീമിയം ബ്രാൻഡഡ് സ്പോർട്സ് വെയറിന് നല്ല പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവണല്ലോ. അപ്പൊ ശരിക്കും ഫിറ്റ് കമ്പനി ഷുഡ് ഹാവ് ബീൻ മോർ പ്രോഫിറ്റബിൾ. But let us look at the next sentence whereby Sporty Company sells mid-market sportswear. Sporty Company sells mid-market sportswear in the department stores and online. It sources its goods directly from the manufacturer and does not make international sales. It sources its goods directly from manufacturer and does not make international sales. Appa Fit Company is the one who's the manufacturer. Sporty Company is not even a manufacturer. അത് ആദ്യം കത്തണം. സ്പോർട്ടി കമ്പനി എന്ത് പോലും അല്ല, ഒരു മാനുഫാക്ചറർ പോലും അല്ല. ഓക്കെ അല്ലേ? And Sporty Company does not make sales in the international market also, but it plans to enter the international market during the next financial year. പിന്നെ നോക്കേണ്ടത്, on 31st December 2010, Fit Company disposed its investments in an active division for a consideration of 10 million. The cash proceeds have been recorded as receivables at the date of financial statements were prepared. But the cash proceeds have been recorded as the receivables in the statement at the date that the financial statements were prepared. And the gain on disposal is included in the statement of profit and loss. So, gain on disposal ever include either profit and loss include either. The active division had the following ratios for the year ended 31st December 2010. Gross profit margin is 40%. അതേപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇസ് 5%. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 40% വരെ തന്നിരുന്ന ഒരു കമ്പനീനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്തത്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അവരുടെ 5% ആയിരുന്നു. ഫിറ്റ് കമ്പനി ഓൾസോ ചാർജ് 100,000 പെർ മന്ത് ടു ദി ആക്ടീവ് ഡിവിഷൻ. അപ്പൊ ആക്ടീവ് ഡിവിഷൻ ഫിറ്റ് കമ്പനിക്ക് 100,000 എല്ലാ മാസവും കൊടുത്തിരുന്നു ഫോർ ദി സെൻട്രൽ സർവീസസ്. അപ്പൊ സെൻട്രൽ സർവീസസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത്. ഇത് ഓക്കെ ആണോ? വിച്ച് വാസ് ഡിഡക്റ്റഡ് ബൈ ദി operating expenses in the statements, financial statements. ഇതുവരെ ഓക്കെ ആണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫിറ്റ് കമ്പനിക്ക് ആക്റ്റീവ് ഡിവിഷനിൽ നിന്ന് ഒരു പ്രോഫിറ്റിന്റെ ഷെയർ പണ്ട് കിട്ടിയിരുന്നു, അത് ഇനി കിട്ടണില്ല. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് കുറയാനുള്ള ഒരു റീസൺ. പിന്നെ ഫിറ്റ് കമ്പനിക്ക് ഈ വിറ്റ കമ്പനീന്റെ എന്ത് കയറി വന്നിട്ടുണ്ട്? ഗെയിൻ ഓൺ ഡിസ്പോസൽ എവിടെ കയറി വന്നിട്ടുണ്ടാവും? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിന്റെ ഇടയിൽ കയറി വന്നിട്ടുണ്ടാവും. സോ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയണം, മേക്കിംഗ് ഫിറ്റ് കമ്പനി ഹാവ് മോർ കൺട്രോൾ. ലെറ്റ് us see whether it has more control. If it does not have, then this would be the reason that it is not getting any money anymore. അപ്പൊ ഈ കാര്യങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അതില് ഗ്രോസ് പ്രോഫിറ്റ്, ഗ്രോസ് പ്രോഫിറ്റ് മാർജിനെ നമുക്ക് ആദ്യം കയറി എഴുതാം. ഓക്കെ, അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് മാർജിനെ നമ്മൾ എഴുതുമ്പോ എങ്ങനെ എഴുതാം?
പറഞ്ഞ എല്ലാരും ഗ്രോസ് പ്രോഫിറ്റ് എഴുതുമ്പോ എങ്ങനെ എഴുതും? The gross profit of fit company നമ്മൾ ആദ്യം റിലേറ്റീവ് ടേംസിൽ എത്ര ലോവർ ആണെന്ന് പറയണം. അപ്പൊ സെക്കൻഡ് കൺട്രോൾ പി gross profit of fit company is lower by 24% in relative terms. അപ്പൊ റിലേറ്റീവ് ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിസൺ ടേംസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ആക്ച്വൽ ടേംസ് അല്ല. 31 24ലേക്ക് വരണം. അപ്പൊ സ്പോർട്ടീനെ കമ്പയർ ചെയ്യുമ്പോ എത്ര കുറവാണ്? അപ്പൊ ഇറ്റ് ഈസ് 24 minus 31.8 divided by 31.8. You get 24% in relative terms. Okay, അല്ലേ? This should not have been the case as fit company is a premium brand and they should have charged higher margins, അല്ലേ? Higher margins, but if it charges lower margins, it may be due to the competition in the market. ഇതൊരു റീസൺ. പക്ഷെ നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് വേറൊരു റീസണും കൂടി ഉണ്ട്. ദാറ്റ് നമ്മളൊരു ആക്റ്റീവ് ഡിവിഷൻ വിത്ത് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ ഓഫ് 40% എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതും കൂടിയും പറയണം. മാർക്കറ്റ് ആൻഡ് ഓൾസോ we must take into consideration the active division which was disposed which would have contributed 40% to the gross profit. ഇതൊരു ഓക്കെ ആണോ? അപ്പൊ ഇതിൽ നമ്മൾ എന്താ പറയണത്? ഗ്രോസ് പ്രോഫിറ്റ് കുറഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഒരു ലൈനാണ് ഞാൻ എടുത്തത്. നമ്മളൊരു പ്രീമിയം ബ്രാൻഡ് സ്പോർട്സ് വെയർ ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഇവര് പറഞ്ഞ ഒരു സാധനം എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്ര ഭാഗം. ആൻഡ് കുറയ്ക്കാൻ പാടില്ലായിരുന്നു. എന്നിട്ടും കുറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും എന്ത് വരുന്നുണ്ടാവും? We might be facing a lot of
pressure. നമ്മൾ എന്ത് ഫേസ് ചെയ്യുന്നുണ്ടാവും? കുറെ പ്രഷർ ഫേസ് ചെയ്യുന്നുണ്ടാവും. which it sells online. എന്ത് ഈ ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ സെല് ചെയ്യുമ്പോൾ നമുക്ക് കുറെ പ്രഷർ വരുന്നോണ്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ എന്ത് കുറച്ച് വെച്ചിട്ടുണ്ടാവും പറഞ്ഞത് മാർജിൻസ്. പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് പറഞ്ഞു, നമ്മള് ഒരു ആക്റ്റീവ് ഡിവിഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. അത് എത്ര തന്നിരുന്നു നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ? 40% തന്നിരുന്നു. അപ്പൊ ഈ രണ്ട് കാരണം വെച്ചിട്ടാണ് മൊത്തം എന്ത് പറഞ്ഞിട്ടുള്ളത്? ഗ്രോസ് പ്രോഫിറ്റിന്റെ റേഷ്യോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യണം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഒന്ന് 24, ഒന്ന് 14.5. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 24 ആവാനുള്ള ഒരു റീസൺ ഗ്രോസ് പ്രോഫിറ്റ് വീണുകൊണ്ട് നെറ്റ് പ്രോഫിറ്റ് വീണു. പിന്നെ ഇതിന്റെ ഡിഫറൻസ് നോക്കാം. 24 to 10 is 14 and 31 to 14.5 is comparatively the lower one. അപ്പൊ നമുക്ക് ഇവിടെ കൺട്രോളും കുറവാണ്. When we look at the net profit margin, we can say that the fit company has less control over its operating expenses. ശരിക്കും അത് കേസ് ആവരുത്. എന്തുകൊണ്ടാ? നമുക്കിവിടെ എന്ത് കേറി വന്നിട്ടുണ്ട്? ഗെയിൻ ഓൺ ഡിസ്പോസൽ ഇൻക്ലൂഡഡ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ശരിക്കും നമുക്ക് കൂടുതൽ കൺട്രോൾ വരേണ്ടതായിരുന്നു. എന്നിട്ട് പോലും നമ്മുടെ കൺട്രോൾ ലെസ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്താണ്? ഈ അടിയിൽ പറഞ്ഞതാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം. ഓൾ ഗുഡ്? അപ്പൊ ഇവിടെ when we look at the net profit margin, we can say that fit company has less control over its operating expenses. Full stop. പിന്നെ നമ്മൾ പറയേണ്ടത് the operating profit should have been more as the profit on disposal of active division was included in the statement of profit or loss. Is okay ആണോ? In spite of this, in spite of the
inclusion of profit are operating is low. എന്ത് കാരണമായിരിക്കും? Maybe due to charge of $100,000 per month central service. അപ്പൊ ഇതും ഇനി കിട്ടാണ്ടായല്ലോ. അപ്പൊ ഇതും കൂടി ഒക്കെ ആയിരിക്കും റീസൺ എന്നുള്ളത് പറയണം. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ശരിക്കും കൂടുതലാവേണ്ടതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാ അതെടുത്ത് പറയണം, നമ്മളിവിടെ ആ ഗെയിൻ ഓൺ ഡിസ്പോസൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇൻട്ട് പോലും കുറവാണ്. അതിന്റെ റീസൺ എന്തായിരിക്കണം? ഈ സാധനം ഇല്ലാത്തതായിരിക്കണം. ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ ആണോ? ഡിസ്കഷൻ ഇത്ര കൊടുത്താൽ മതി. ദിയ അല്ല, അതേപോലെ ചെല്ലം ചോദിച്ചിട്ടുണ്ട്, when there is a major income received like disposal, it doesn't always reflect that the company have control over direct expenses, right? But the ratio on the healthy side. Yes, correct ആണ്. അതാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഷ്യോ ഇൻറ്റും ഹെൽത്തി ആയില്ല എന്നാണ് പ്രശ്നം. അപ്പൊ യൂഷ്വലി ഇങ്ങനെ ഒരു ഡിസ്പോസൽ ഉള്ള സമയത്ത് നമുക്ക് യൂഷ്വലി റേഷ്യോ എന്താവും? ഇത്രയും കൂടി ഹെൽത്തിയർ ആവും. എന്നിട്ട് പോലും ഇവിടെ റേഷ്യോ ഹെൽത്തിയർ ആയില്ല. ദാറ്റ് വാസ് ദി ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. ഓക്കെ അല്ലേ? Now talking about trade payable days, you can see that ഞാൻ ഇത്രയും ഇവിടേക്ക് മാറ്റട്ടെ. അപ്പൊ യു ക്യാൻ മേക്ക് ഇറ്റ് മച്ച് മോർ ക്ലിയർ. ക്വസ്റ്റ്യൻ ഇപ്പുറത്തേക്ക് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ കാരണം കൊണ്ട് ഞാൻ എഴുതുന്ന ആൻസേഴ്സ് ഇതായി പോകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫിറ്റ് കമ്പനിക്കാണ് കൂടുതൽ പേബിൾ ഡേയ്സ് ആൻഡ് സ്പോർട്ടി കമ്പനിക്കാണ് കുറച്ച് പേബിൾ ഡേയ്സ് ഉള്ളത്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്ന്, the trade payable days at fit company is high compared to sporty company. It's because fit company being a premium brand has more creditworthiness in comparison to mid market
sportswear, like sporty company. Premium international brand എന്ന് കൂടി പറയണ്ട. അപ്പൊ അതാണ് ഇവിടത്തെ ഒരു റീസൺ വരേണ്ടത്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ് യെസ് സന, അത് കറക്റ്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നീന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ റീസൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ശരിക്കും കൂടുതലാണ് ആവേണ്ടത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൺട്രോൾ നമുക്ക് കൂടുതൽ വേണമെന്ന്. ദാറ്റ് ഇസ് ആർ എക്സ്പെൻസസ് ഷുഡ് ഹാവ് ബീൻ ലുക്കിംഗ് ലെസ് ബിക്കോസ് വി ഹാഡ് എ ഗെയിൻ ഓൺ ഡിസ്പോസൽ. But still it was not looking less. Maybe there are other expenses which have arised. അപ്പൊ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമുക്ക് എന്തും കൂടി മനസ്സിലായത് ഇവിടെ ഒരു 100,000 നമുക്ക് കിട്ടിയിരുന്ന ഒരു ഇൻകം ഇല്ലാണ്ടായിക്കണം എന്നുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ നീന? എല്ലാവർക്കും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓക്കെ ആണല്ലോ? പിന്നെ ട്രേഡ് പേയബിൾ ഡേയ്സ് പറഞ്ഞത് ഓക്കെ ആണോ? മെയിൻലി എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മളൊരു പ്രീമിയം ഇന്റർനാഷണൽ ബ്രാൻഡ് ആയതുകൊണ്ട് ആൾക്കാർ നമ്മൾ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് ഇത്രയും കൂടി നല്ലതായിരിക്കും. ഓക്കെ അല്ലേ? കമ്പയർഡ് ടു ഒരു മിഡ് മാർക്കറ്റ് കമ്പനി. Then we have return on capital employed. Return on capital employed നമ്മൾ എങ്ങനെയാണ് പറയാ? നമ്മുടെ ഇത് നോക്കാം. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മുടെ കുറവാണ്. അപ്പൊ റീസൺസ് എന്തൊക്കെയായിരിക്കും? മുകളിൽ പറഞ്ഞ അതേ റീസൺസ് വെച്ചിട്ടാണ് നമ്മൾ ROC പറയേണ്ടത്. ദി ROC is low by %57 in relative terms. എന്ത് കാരണമായിരിക്കും? മുകളിലത്തെ കാര്യങ്ങൾ എന്ന അടിയിൽ പറഞ്ഞു, which is due to the lower as fit company has okay gross profit and also as fit company has എന്താ പറയാ ഇതൊരു ഓക്കെ ആണോ? ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുണ്ടായിരുന്നത്? റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. കാരണം നമ്മൾ ഈ പറഞ്ഞ റീസൺസ് വെച്ചിട്ട് തന്നെയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡും കുറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ്ലി ഗിയറിംഗ്. ഗിയറിംഗ് നമുക്ക് 50% ഉണ്ട്, ഇവർക്ക് 25% ആണല്ലോ.
അപ്പൊ അതെങ്ങനെ എഴുതും നമ്മള്? ഒന്ന്, നമ്മുടെ ഗിയറിംഗ് എന്താണ്? The gearing ratio is 100% high compared to relative terms. അതെന്തുകൊണ്ടാണ്? Which makes fit company much more comparison to sporty company. Okay. And അടുത്തത് നമ്മൾ എന്താ പറയാ? ഇത് എന്തുകൊണ്ടാ? The high gearing may be due to high debt funding raised to run the international chains ഉം കാര്യങ്ങളൊക്കെ. Okay. The gearing is due to എന്ത് കാരണം കൊണ്ടാണ്? High gearing is due to debt funds എന്ത് ചെയ്തത്? Raised to run its own international chains. Full stop. പിന്നെ നമ്മൾ ഇവിടെ ഒരു ലൈനും കൂടി വായിച്ചിട്ടുണ്ടല്ലോ. സ്പോർട്ടി കമ്പനി പ്ലാൻസ് ടു എക്സ്പാൻഡ് ഇസ് ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എന്ന്. അപ്പൊ വേണമെങ്കിൽ ഈ ലൈനും കൂടി ചേർത്തിട്ട് ഇതിലൊരു കാര്യം പറയാം. സ്പോർട്ടി കമ്പനി ഇത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ. ഓക്കെ അല്ലേ? ഇത് വേണമെങ്കിൽ പറയേണ്ട ഒരു ലൈനാണ്. അപ്പൊ ഇതും കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. Sporty company has the opportunity to raise debts debt funds to fulfill its plans of expanding into the international market. Okay അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും ഗിയറിങ്ങിലും. ഇതൊരു ഓക്കെ ആണോ? നമ്മള് മറ്റേ ഇത് പറഞ്ഞല്ലോ ഓൾറെഡി പ്രീമിയം ബ്രാൻഡ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ.
പിന്നെ ചില നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? എല്ലാ കാര്യങ്ങളും ഇവിടെ ആപ്ലിക്കബിൾ ആണോ അല്ലയോ ഈ കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മാനുഫാക്ചറർ, ഇപ്പൊ ചിലർ ചോദിച്ചിട്ടുണ്ട് മാനുഫാക്ചറർ have more expenses than non-manufacturing company, or premium brand could also reach economies of scale, right? അപ്പൊ അതിന്റെ ബേസിസിൽ അങ്ങനെയാണ് ഈ എക്കണോമീസ് ഓഫ് സ്കെയിൽ അവർ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഫിറ്റ് കമ്പനി മാത്രമാണ് ഇവിടെ മാനുഫാക്ചറർ ആയിട്ടുള്ളൂ. അപ്പൊ ഫിറ്റ് കമ്പനിക്ക് എക്കണോമീസ് ഓഫ് സ്കെയിൽ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഫിറ്റ് കമ്പനി എക്കണോമീസ് ഓഫ് സ്കെയിൽ റീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ കൂടിയേനെ, കുറയൂല. ഇവിടെ ഇൻസ്റ്റഡ് കുറഞ്ഞേക്കാണ്. പിന്നെ പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ട് പിന്നെ ട്രസ്റ്റ് വർത്തിനെസ് നമ്മൾ പേബിൾ ഡേയ്സിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സപ്ലയേഴ്സ് ഒക്കെ കൂടുതൽ ദിവസം തരുന്നത് നമ്മളൊരു പ്രീമിയം ബ്രാൻഡാണ്, ആ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അഭിജിത്ത്, ആർഒസിന്റെ വർക്കിംഗ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്, നേരത്തെ പറയുകയും ചെയ്തു, ഒരെണ്ണത്തിന്റെ അത് കാണിച്ചു. ദാറ്റ് ഈസ് PBIT by capital employed. Capital employed is non-current liabilities plus equity. ഓക്കെ അല്ലേ? ഇത്രയായിരുന്നു ഈ മൊത്തം റേഷ്യോയില് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ ഇത് രണ്ട് പാർട്ടായിട്ടാണ് ഞാൻ എഴുതിയത്. യൂസ് ദിസ് ടാബുലർ ഫോർമാറ്റ് സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു ഇലാബറേറ്റ് ആൻഡ് റൈറ്റ്. ഡിസ്കഷൻ ഇത്ര എഴുതിയാൽ മതി. ഡിസ്കഷൻ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോയിൽ പ്രത്യേകിച്ച് മാർക്ക് ഉണ്ടാവില്ല. ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കൺക്ലൂഷനും ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതണോ വേണ്ടേ എന്നുള്ളത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നമുക്കൊരു കൺക്ലൂഷൻ കൊടുക്കേണ്ട ആവശ്യം നിർബന്ധമായിട്ടില്ല. യു ഹാവ് ടൈം, യു ഹാവ് ദാറ്റ് 36 മിനിറ്റ്സിന്റെ ഉള്ളിൽ നിങ്ങൾ ഇത്ര എഴുതി തീർത്തു, യു ഹാവ് ഗോട്ട് ടൈം, ദെൻ ഫൈൻ, യു ക്യാൻ എന്താ പറയാ ആഡ് ഓൺ ചെയ്യാം ഒരു കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല കേട്ടോ, കൺക്ലൂഷൻ ആഡ് ഓൺ ചെയ്യാം. പിന്നെ ചില ക്വസ്റ്റ്യൻസിന് കൺക്ലൂഷൻ വേണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു തേർഡ് കമ്പനിയാണ്, യു വോണ്ട് ടു ചൂസ് ബിറ്റ്വീൻ 1 or 2 കമ്പനീസ്. അങ്ങനത്തെ സമയത്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ചോദിക്കുകയാണെങ്കിൽ നമ്മള് ചെയ്യണം. പിന്നെ ഗിയറിംഗിന്റെ വർക്കിംഗ്സ്, ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ കറന്റ് ലയബിലിറ്റി ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അപ്പൊ 45,000 by 90,000, 15,000 by 60,000, അങ്ങനെയാണ്. ഓക്കെ അല്ലേ? കാൽക്കുലേഷന്റെ മാർക്സ് കിട്ടൂല എന്ന് ചോദിച്ചാൽ യെസ് കിട്ടും, കാൽക്കുലേഷന്റെ മാർക്സ് കിട്ടും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ 6 മാർക്സ് ഉണ്ട്, ബട്ട് യു ആർ ഓൺലി ഗോയിങ് ടു ഗെറ്റ് 6 മാർക്സ്. പാസിംഗ് ആൻ FR എക്സാം ഇസ് പാസിംഗ് ദി 20 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇനി 20 മാർക്ക് ക്വസ്റ്റ്യൻസ് പാസ് ആവുന്ന 10ന്റെ മുകളിൽ വാങ്ങിയാൽ മതി. ബട്ട് ഐ ടെൽ യു, പാസിംഗ് FR ഈസിലി ഇസ് ഗെറ്റിംഗ് 16 മാർക്സ് അറ്റ്ലീസ്റ്റ് ഇൻ ദി 20 മാർക്കർ ഏരിയാസ്. അപ്പൊ നമ്മുടെ സ്റ്റുഡൻസിനെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് റേഷ്യോ ആണെങ്കിലും സിംഗിൾ എൻറ്റിറ്റി ആണെങ്കിലും കൺസോൾട്ടേഷൻ ആണെങ്കിലും ഒരു 16 മാർക്കിന്റെ മുകളിൽ സ്കോർ ചെയ്യാൻ നല്ലതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 16 എത്ര മാർക്സ് ആയി? 32 മാർക്സ് ആയി. ഓക്കെ, 16 32 മാർക്സും വരും. പ്ലസ് 2 OTKs എന്ന് പറയുന്നത്, ഞാൻ OTKs എടുക്കുന്ന ദിവസങ്ങൾ ഐ വിൽ ടെൽ യു വിച്ച് ആർ ദി മോർ ഇമ്പോർട്ടന്റ് OTKs. അപ്പൊ ആ OTKsകൾ നിങ്ങൾ വന്ന് അന്നത്തെ ദിവസം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയായാലും ഒരു 2 OTKsകൾ വരും. അപ്പൊ ആ ഏരിയന്ന്, അപ്പൊ ആ OTKസിൽ നമുക്ക് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും. 20ൽ ഒരു 18ഓ അല്ലെങ്കിൽ ഒരു 16ഓ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ യു ആർ പാസിംഗ്. യു ജസ്റ്റ് നീഡ് 2 more marks to pass. അത് ആദ്യത്തെ OTKസിൽ നിന്ന് കിട്ടും. MCQs is just to help you gain more marks എന്നായി, അതായത് നിങ്ങളെ പാസ് ഉറപ്പിക്കാനുള്ള സംഭവമായി മാറാണ്. ആൻഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് വേ ടു പാസ് ദി എക്സാം. MCQസിലാണ് അവർക്ക് തിയറിയും അത് ഇതൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ച് കുഴപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഏരിയാസിലൊക്കെ എപ്പോഴും സ്ഥിരം വരുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടൊന്നും വരാനില്ല. നിങ്ങൾ കണ്ടിട്ട് അയ്യോ ഞെട്ടാന്ന് പറയാനുള്ളതൊന്നും ഇല്ല ഇവിടെ. അപ്പൊ യു ഹാവ് ടു സ്കോർ മോർ മാർക്സ് ഓവർ ഹിയർ. ഓക്കെ അല്ലേ? റേഷ്യോന്റെ ഡിഫറൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ കമ്പയറിംഗ് ഫിറ്റ്കോ വിത്ത് സ്പോർട്ടി കമ്പനി. സോ ഫിറ്റ്കോ മൈനസ് സ്പോർട്ടി കമ്പനി എത്ര അടിയിൽ വീണു എന്ന് അറിയാൻ വേണ്ടി ഡിവൈഡഡ് ബൈ സ്പോർട്ടി കമ്പനി.
അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. ഫിറ്റ് മൈനസ് 40 ഡിവൈഡഡ് ബൈ 40. അപ്പൊ നമുക്ക് എത്ര വീണു, എത്ര കൂടി, എത്ര കുറഞ്ഞു എന്നൊക്കെ അറിയാൻ പറ്റും റിലേറ്റീവ് ടേംസിൽ. ഓക്കെ അല്ലേ? റേഷ്യോ എക്സൽ അല്ല അവർ നമുക്ക് തരാം. They will give you a word sheet. അപ്പൊ you need a calculator to calculate everything. There is no Excel for you. Okay അല്ലേ? ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണോ? ലാംഗ്വേജ് ഇഷ്യൂസ് ഇവിടെ അത്ര ഇല്ല. അതായത് നമ്മൾ ഭയങ്കര ഗംഭീര ലാംഗ്വേജിൽ എഴുതണം, ഇന്ന കീവേഡ്സ് ഉപയോഗിക്കണം, അങ്ങനെയൊന്നും ഇവിടെ പറയണ പോലും ഇല്ല. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദി ബെസ്റ്റ് തിങ്. ഓക്കെ അല്ലേ? എല്ലാത്തിനും ഒരു ടൈമിംഗ് ഞാൻ പറഞ്ഞുതരാം. വലിയ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് അതേപോലെ MCQs സോൾവ് ചെയ്യുമ്പോൾ, see you need 36 minutes for the big questions. So if you're starting with big questions, take 36 minutes for the first one. 36 minutes എത്രയായി അത്ര കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോവാ. അടുത്ത 36 minutes എടുക്കുക, പിന്നെ അത് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യുക, അടുത്തേക്ക് പോവാ. അടുത്തേക്ക് പോവാന്ന് പറയുമ്പോൾ OTKs MCQsലോട്ട് പോവാ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് if you have time back, come back and solve the rest, or else don't do that. പിന്നെ if you're starting with MCQs and OTQs, it is like 1 mark 1.8 minutes. ഓക്കെ അല്ലേ? അത്ര ടൈമാണ് നമുക്ക് കിട്ടുക. അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? 11 മുമ്പായിട്ട് നമ്മൾ എന്തായാലും എവിടേക്ക് എത്തണം? ഇപ്പൊ 9 o'clock എക്സാം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 11 മുമ്പായിട്ട് വലിയ ക്വസ്റ്റ്യൻസ് എഴുതാൻ എത്തണം. ഇഫ് സ്റ്റാർട്ടിങ് ഫ്രം ദി A part and B part. See, if which would be better എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, C part is very good because you don't have surprises over there. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, കുറെ സ്റ്റുഡൻസ് C പാർട്ടിൽ തുടങ്ങിയിട്ട് C പാർട്ട് മാക്സിമം അവർക്ക് അറിയാവുന്ന വൃത്തിക്ക് എഴുതി പോയിട്ട് കുറെ സമയം കളയാറുണ്ട്. If you have a track of time and if you can literally leave what you're writing at 36th minute, ആ ഒരു നിങ്ങൾക്ക് അതൊരു പറ്റുന്നുണ്ടെങ്കിൽ മാത്രം C പാർട്ട് വെച്ച് തുടങ്ങാം. Or else always start with A part and B part. Okay അല്ലേ? Okay, next question ഞാൻ പറഞ്ഞു ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്, which is hardy എന്ന് പറയുന്നത്. It is not there in your new revision kits at all. It is a question which was asked in 2009. അപ്പൊ വളരെ പഴയ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, this was the only question which has an underlying situation. So you have to understand that ratios കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ underlying എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്, whereby they'll never tell you to find out adjusted ratios, but you have to understand the underlying situation over there and find the adjusted ratios. അപ്പൊ എപ്പോഴാണ് ഇങ്ങനെ അണ്ടർലൈങ് സിറ്റുവേഷൻസ് കയറി വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? Analyze and discuss the financial performance and position of Hardy as portrayed by the above financial statements in addition to the additional information provided. But your analysis should be supported by 7 profitability, liquidity, gearing and other appropriate ratios. അപ്പോൾ 7 ratios എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി 2, ലിക്വിഡിറ്റി 2, എഫിഷ്യൻസി ഒരെണ്ണം എടുക്കാം, കാരണം അത് എടുത്ത് പറഞ്ഞിട്ടില്ല. ഗിയറിംഗ് 2. ഈ പണ്ടൊക്കെ ആണെങ്കിൽ they would want you to take the difficult ratios like ROCE, asset turnover ഒക്കെ, which would have more content. But അതൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. In your exams nowadays, they are telling you if you are given the choice of choosing any 7, you can choose any 7. Okay അല്ലേ?
അത് ഈസിയർ വൺ ആണെങ്കിലും ഡിഫിക്കൽട്ട് വൺ ആണെങ്കിലും. അപ്പൊ നിങ്ങൾ പോയി ഡിഫിക്കൽട്ട് വൺ ചൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടി കഴിഞ്ഞാൽ സ്റ്റാർട്ട് വിത്ത് ദി ഈസി വൺസ്. ദാറ്റ് ഇസ് പ്രോഫിറ്റബിലിറ്റിയിൽ ഗ്രോസ് പ്രോഫിറ്റ്, ലിക്വിഡിറ്റിയിൽ പ്രോഫിറ്റബിലിറ്റി, ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ലിക്വിഡിറ്റിയിൽ പിന്നെ രണ്ടെണ്ണമല്ലോ, ക്വിക്ക് റേഷ്യോ അതേപോലെ കറണ്ട് റേഷ്യോ. പിന്നെ ഗിയറിംഗിൽ രണ്ടെണ്ണം, ദാറ്റ് ഇസ് ഡെറ്റ് ബൈ ഇക്വിറ്റി, ദാറ്റ് ഇസ് ദ normal one, gearing ratio and interest cover. And appropriate ratios, efficiency ratios, I want you all to take the payable days. And payable days ഒരു ചേഞ്ച് ആദ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പേയബിൾ ഡേയ്സ് എടുക്കാൻ പറയണത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് വാട്ട് വിൽ ബി ഡൂയിങ് ഓവർ ഹിയർ ഇസ്, ഞാൻ ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നിങ്ങളെ മൊത്തം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, I won't be solving this question totally. I'll be explaining this question with a solved answer. Okay, ആ ആൻസർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് I would want you all to take up this question, hardy എന്ന് പറയുന്ന question. I would want you all to solve this question. അപ്പൊ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് എത്രമാത്രം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നോക്കണം. And that's where you start learning about this thing. Okay അല്ലേ? ആൻഡ് ഇതുപോലത്തെ നല്ല ക്വസ്റ്റ്യൻസ് മൊത്തം ഞാൻ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് ഓഫ് അണ്ടർലൈൻ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഐ വിൽ ഗിവ് യു an idea on how to write this ratio. ഓക്കെ, ഓക്കെ. അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 റേഷ്യോസ് ഏതൊക്കെ കണ്ടുപിടിക്കാൻ നോക്കി. That is gross profit margin, operating profit margin, current ratio, quick ratio, payable days, debt by equity, interest cover. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. And then when you look at it, you can see that 2009 compare ചെയ്യുമ്പോൾ 2010 is performing very bad. അല്ലേ? എല്ലാവരും ഇവിടെ നോക്കിയാൽ 2009ഉം 2010ഉം കമ്പയർ ചെയ്യുമ്പോൾ 2009 28% ഉണ്ടായിരുന്നു ഗ്രോസ് പ്രോഫിറ്റ്, 2010 ആയപ്പോ എത്രയായി? 13% ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 15.3 ഉണ്ടായിരുന്നു, ഇവിടെ ലോസ് ആയി, അതുകൊണ്ടാണ് മൈനസിൽ പെർസെന്റേജ് വന്നത്. അതേപോലെ കറണ്ട് റേഷ്യോ പക്ഷെ കൂടിയിട്ടുണ്ട്, ക്വിക്ക് റേഷ്യോ കൂടിയിട്ടുണ്ട്, പേയബിൾ ഡേയ്സും കൂടിയിട്ടുണ്ട്. പിന്നെ ഡെറ്റ് ബൈ ഇക്വിറ്റി ചെറിയ ലെവലിൽ കൂടിയിട്ടുള്ളൂ. ഇൻട്രസ്റ്റ് കവർ ആദ്യം 11 ടൈംസ് ആയിരുന്നു, പിന്നെ 0 ടൈംസ് ആയി. അത് എന്തുകൊണ്ടാണ് 0 ടൈംസ് ആയത്? ദാറ്റ് ഇസ് ബിക്കോസ് നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് വി വർ ഹാവിങ് എ ലോസ്. ഈ രീതിയിൽ 2009ഉം 2010ഉം നമ്മൾ മൊത്തം കണ്ടുപിടിക്കും. എന്ത് വെച്ചിട്ട്? ഈ ക്വസ്റ്റ്യനില് P&Lന്റെ എന്താ പറയാ അമൗണ്ട്സും അതേപോലെ ബാലൻസ് ഷീറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇവിടുന്ന് അമൗണ്ട്സ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതുവരെ ഓക്കെ ആണോ? That ratio calculation process is similar to what we did in the last question. But you can see that I have an extra in the column called underlying. Why did I have that column? അപ്പൊ I have found out underlying ratios over here. എന്തുകൊണ്ട്? അത് എനിക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ എവിടെയും റിക്വയർമെന്റിൽ അണ്ടർലൈങ് റേഷ്യോസ്നാ അതേപോലെ അഡ്ജസ്റ്റഡ് റേഷ്യോസ്നാ ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. Then why? So this is what you have to understand, that if there is a situation that is not under the control of your company and it affects all the other companies in the same way, then ആ സിറ്റുവേഷനിലെ കൊല്ലവും അതിന്റെ മുമ്പത്തെ കൊല്ലം ഈ സിറ്റുവേഷൻ ഇല്ലാത്ത കൊല്ലവും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ കാര്യമില്ല. കാരണം നിങ്ങൾ എത്ര നന്നായി പെർഫോം ചെയ്താലും നിങ്ങളുടെ പെർഫോമൻസ് വിൽ ബി എഫക്റ്റഡ്. നമ്മൾ റേഷ്യോ അനാലിസിസ് ചെയ്യണത് പെർഫോമൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തറിയാൻ വേണ്ടിയിട്ടാണ്? പെർഫോമൻസ്. But if you look at this question and read the first paragraph, the market conditions during the year ended 30th September 2010
proved very challenging due to largely to difficulties in the global market as a result of sharp recession, which has led to the steep falls in share prices and property values. Hardy has not been immune from these effects of our and our properties have suffered an impairment loss. അപ്പൊ ഇവിടെ പറയണത് എന്താണ്? ഒരു റിസെഷൻ സംഭവിച്ചു ഗ്ലോബൽ എക്കണോമിയിൽ. ഒരു റിസെഷൻ സംഭവിച്ച ഈ റിസെഷൻ നമ്മൾ എത്ര നന്നായി അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞാലും റിസെഷൻ നമ്മളെ എഫക്ട് ചെയ്യും, നമ്മുടെ പെർഫോമൻസ് കുറയും. അപ്പൊ നമ്മുടെ പെർഫോമൻസ് കാരണമാണോ നമ്മുടെ പെർഫോമൻസ് കുറഞ്ഞിരിക്കുന്നത്? അല്ല. ഇറ്റ് ഈസ് ബിക്കോസ് ദ റിസെഷൻ ഹിറ്റ് us. Appa, if we have to compare 2009 and 2010, it does not make sense because 2009 we were working in a very good market and 2010 it's a recession on the market. Appa, automatically you're going to face losses. Okay, alla? Appa, nammal endu cheyanam? Ee recession karanam ivide kore കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. Appa, we have an option to reverse this thing and find a situation where there was no recession. അപ്പൊ ഈ റിസെഷന്റെ അടിയിലുള്ള നമ്മുടെ പെർഫോമൻസ് വലിച്ചെടുത്ത് കാണിക്കുക എന്നുള്ളതാണ് അണ്ടർലൈൻ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് തിങ് വാട്ട് വി ഡിഡ് വാസ് നമ്മൾ ഇമ്പയർമെന്റ് ലോസസ് സഫർ ചെയ്തു എന്ന് പറഞ്ഞു. ആൻഡ് എക്സസ് ഓഫ് ദീസ് ലോസസ് ഓവർ പ്രീവിയസ് സർപ്ലസസ് ഹാസ് ലെഡ് ടു എ ചാർജ് ഇൻ കോസ്റ്റ് ഓഫ് സെയിൽസിൽ 1.5 ചാർജ് ചെയ്തു. അതേപോലെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ഫെയർ വാല്യൂ, അതായത് നമ്മുടെ ഷെയർസിന്റെ വാല്യൂ ഇടിഞ്ഞു, അപ്പൊ ഒരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു 1.6. അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. വൈ? ഓൾ ദിസ് കെയിം ബിക്കോസ് ഓഫ് റിസെഷൻ. നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഒരു 1.5 വന്നു ബിക്കോസ് ഓഫ് റിസെഷൻ. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഇൻക്രീസ് ബൈ 1.6 ബിക്കോസ് ഓഫ് റിസെഷൻ. പിന്നെ ഡ്യൂ ടു ദിസ് ഡൗൺ ടേൺ, the company has unfortunately had to make a number of employees redundant, incurring a severance cost of 1.3. അതായത് redundancy cost of 1.3 which is included again in the cost of sales. ഇതൊക്കെ വന്നേനില്ല. പിന്നെ നമ്മൾ കോസ്റ്റ് സേവിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ്ങും അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഭയങ്കരമായിട്ട് ലോ ആക്കി വെച്ചു. നമ്മൾ മാക്സിമം കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതേപോലെ നോക്കുകയാണെങ്കിൽ the difficulty in the credit market meant that finance cost of our variable rate bank loan has increased from 4.5 to 8%. In order to help cash flows, company വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. company made a right issue and reduce the dividends per share. Okay അല്ലേ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എവിടെ എങ്ങനെയൊക്കെ എഫക്ട് ചെയ്തു എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ റിവേഴ്സ് ചെയ്യാം. റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പുതിയ കമ്പാരിറ്റീവ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റേഷ്യോസ് കണ്ടുപിടിക്കാം. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് അണ്ടർലൈങ് റേഷ്യോസ്. ഓക്കെ അല്ലേ? അപ്പൊ ഫസ്റ്റ് തിങ്, ഒരു 6 million ഇമ്പയർമെന്റ് ലോസ് വന്നു. അത് ഏറ്റവും ആദ്യം എന്ത് ചെയ്തു? ദീസ് എക്സസ് ലോസസ് ഓവർ പ്രീവിയസ് സർപ്ലസസ്. അപ്പൊ നേരത്തെ സർപ്ലസ് വന്നതിലാണ് ലോസ് വന്നത്. അപ്പൊ നമുക്ക് എന്തിലേക്ക് നോക്കാം? ഇക്വിറ്റി പാർട്ട്. റീവാല്യൂഷൻ സർപ്ലസ് വാസ് 4,500. നൗ ഇറ്റ് ബിക്കേം നിൽ. 4,500 ഇന്ന് എത്രയായി? നില്ലായി. എന്തുകൊണ്ട്? 6 million എന്ത് വന്നു? ഇമ്പയർമെന്റ് വന്നു. അപ്പൊ ഇമ്പയർമെന്റ് വന്ന ആദ്യം ഒരു ഗെയിൻ ഉണ്ടെങ്കിൽ ആ ഗെയിനിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. അപ്പൊ ഗെയിൻ ഇല്ലാണ്ടായി. ഗെയിൻ എന്തായി? നില്ലായി. ഗെയിൻ നില്ലായ നിലയ്ക്ക് ബാക്കി എക്സ്ട്രാ വന്ന 1.5 ഇവർ എവിടെ കാണിച്ചു എന്ന് പറയണത്? കോസ്റ്റ് ഓഫ് സെയിൽസിൽ കാണിച്ചു എന്ന് പറയണത്. അപ്പൊ കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഒരു 1.5 എക്സ്ട്രാ കയറി പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷെയറിന്റെ കാരണം കൊണ്ട് ഒരു 1.6 അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ ലോസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ആൾക്കാരെ പിരിച്ചു വിടണോണ്ട് 1.3 കോസ്റ്റ് ഓഫ് സെയിൽസിൽ വീണ്ടും റിഡൻഡൻസി കോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അഡ്വർടൈസിങ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അവർ പറയണത് നമ്മുടെ ഫിനാൻസ് കോസ്റ്റ് അത് കൂടിയിക്കണ്. ശരിക്കും 4.5 വരേണ്ട സ്ഥലത്ത് ഇപ്പൊ 8 വന്നു റിസെഷൻ കാരണം.
പിന്നെ നമുക്ക് റിസഷനിൽ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റൈറ്റ് ഇഷ്യൂ നടത്തി അതേപോലെ ഡിവിഡൻസ് പകുതിയാക്കി കുറച്ച് വെച്ചു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ P&L അതേപോലെ ചെയ്തു. ഈ P&L അതേപോലെ 2010 കോപ്പി ചെയ്യും. എന്നിട്ട് ഈ ചേഞ്ചസ് നമ്മൾ അതിലേക്ക് കാണിച്ചു കൊടുക്കും. അതാണ് ഞാനിവിടെ വർക്കിംഗ്സ് ആയിട്ട് കാണിച്ചത്. റവന്യൂ, കോസ്റ്റ് ഓഫ് സെയിൽസ് വെച്ച് ഞാൻ മാറ്റിയിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസിൽ ഇൻക്ലൂഡ് ചെയ്ത 1500 1300 എടുത്തു കളഞ്ഞു. അപ്പൊ എനിക്ക് പുതിയ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതേപോലെ 1050 എടുത്തു. അഡ്മിൻ എക്സ്പെൻസ് 4900, അതിലൊരു 1600 ലോസ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് റിസഷൻ കാരണം വന്നതല്ലേ. അപ്പൊ റിസഷൻ മൂലം വന്നതൊക്കെ ഞാൻ എടുത്തു കളയാണ് ചെയ്യണത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അപ്പൊ എന്റെ അഡ്മിൻ എക്സ്പെൻസ് മാറി. അപ്പൊ എന്റെ PBIT ലോസിന്ന് പ്രോഫിറ്റിലോട്ട് കടന്നു. പിന്നെ എന്റെ ഫിനാൻസ് കോസ്റ്റ് ഇപ്പൊ 8% പ്രകാരം 600 ആണ്. ഇറ്റ്സ് എ വേരിയബിൾ കോസ്റ്റ്. അപ്പൊ പെർസെന്റേജ് മാറുന്നതനുസരിച്ച് മാറും. ശരിക്കും 4.5% ആണ് വരേണ്ടിയിരുന്നത്. റിസഷൻ കാരണമാണ് അത് 8 ആയത്. അപ്പൊ റിസഷൻ ഇല്ലെങ്കിൽ 4.5 അല്ല ഉണ്ടാവുള്ളൂ. അപ്പൊ എത്ര വരും എന്നുള്ളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ നോക്കി. അപ്പൊ എനിക്ക് 337.5 കിട്ടി. അപ്പൊ ഈ കമ്പാരറ്റീവ്സ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പുതിയതായിട്ട് റേഷ്യോസ് കണ്ടു. ദാറ്റ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ 23 കിട്ടി എനിക്ക്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 8.4 കിട്ടി, ആൻഡ് ലാസ്റ്റ്ലി ഇൻട്രസ്റ്റ് കവർ എനിക്ക് എത്ര കിട്ടി, 7.4 ടൈംസ് കിട്ടി. ഓക്കെ അല്ലേ? കോസ്റ്റ് ഓഫ് സെയിൽസിൽ ആഡ് ചെയ്യല്ല വേണ്ടത്. കോസ്റ്റ് ഓഫ് സെയിൽസിൽ അത് ഓൾറെഡി എക്സ്പെൻസസ് ആയതുകൊണ്ട് ആഡ് ആയിട്ടുണ്ടാവും ട്ടാ. സനീജ, ഓക്കെ അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യാണ് വേണ്ടത്. ബിക്കോസ് ഓൾ ദീസ് ആർ എക്സ്പെൻസസ് വിച്ച് കെയിം ബിക്കോസ് ഓഫ് ദി എന്ത് റിസഷൻ. നൗ വി ആർ ട്രൈങ് ടു ഫൈൻഡ് എ സിറ്റുവേഷൻ വേർ ദെർ വാസ് നോ റിസഷൻ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്ത പോലെ കാണിച്ചു. ചില കാര്യങ്ങൾ നമ്മൾ ഇതുവരെ റിവേഴ്സ് ചെയ്തിട്ടില്ല. അത് വെച്ച് നമുക്ക് ഡയറക്ട്ലി എവിടെ പറയാം, നമ്മുടെ മറ്റേ ഇതിന്റെ ഒപ്പം പറയാം, ഡിസ്കഷന്റെ ഒപ്പം എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡിസ്കഷനിലോട്ട് പോവാം. ഡിസ്കഷൻ നോക്കാനാണെങ്കിൽ ലെറ്റ് മീ ജസ്റ്റ് മേക്ക് ഇറ്റ് എ ബിറ്റ് മോർ വിസിബിൾ. എല്ലാവർക്കും കാണണ്ടല്ലോ? അപ്പൊ the gross profit margin has fallen by 51% in relative terms. അത് ഞാൻ കമ്പയർ ചെയ്യുന്ന 2009 ഉം 10 ഉം ആട്ടാ. ഡയറക്ട്ലി ഞാൻ അണ്ടർലൈൻ ആദ്യം പറയൂല, ആദ്യം ഇത് മാത്രം കമ്പയർ ചെയ്യും. അണ്ടർലൈൻ പിന്നെയാണ് പറയേണ്ടത്. ദിസ് ഡിക്രീസിന്റെ കാരണം എന്താണ്? ദിസ് ഡിക്രീസ് ഇസ് ഡ്യൂ ടു ദ റിസഷൻ ഇൻ ദി മാർക്കറ്റ്. ഇതൊന്ന് വലുതാക്കിയേക്കാം. This decrease is due to the recession in the market, which is caused the margin to fall. But if we look at the underlying ratios, we can say that Hardy has performed better even in this difficult situation. അപ്പൊ ഞാൻ അങ്ങനെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഇവിടെ 2018 13 വീണത് എന്ത് കാരണം കൊണ്ടാണ്? റിസഷൻ കാരണം കൊണ്ടാണ്. പക്ഷെ ആ റിസഷന്റെ സിറ്റുവേഷൻ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ, എല്ലാം നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റിയിട്ടില്ല, കുറച്ച് കോസ്റ്റുകൾ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. റിസഷൻ കാരണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ശരിക്കും എഫക്ട് ചെയ്യും. റവന്യൂസ് എഫക്ട് ചെയ്യപ്പെടും, മാർജിൻസ് എഫക്ട് ചെയ്യപ്പെടും, അങ്ങനെ കുറെ കാര്യങ്ങൾ എഫക്ട് ചെയ്യും. നമ്മളെല്ലാം ഒന്നും മാറ്റിയിട്ടില്ല, നമുക്ക് തന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ ഇത് ഇപ്പൊ 23 വരെ കയറി വന്നു. ശരിക്കും എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ഐഡന്റിഫൈ ചെയ്ത് മാറ്റുകയാണെങ്കിൽ ചിലപ്പോ 23 അല്ല 28ന്റെ അടുത്തേക്ക് വന്നേനെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, if we look at the underlying ratios, we can say that Hardy has performed better. ഭയങ്കര അടിപൊളി എന്നല്ല, better even in this difficult situation എന്നാണ് പറയുന്നത്. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. Here in 2010, Hardy is making a loss which is 140% lower in relative terms. അത് ഇവിടെ 140 വരാനുള്ള റീസൺ ലോസ് വന്നുകൊണ്ടാണ്. അപ്പൊ പ്രോഫിറ്റ് കുറഞ്ഞു കുറഞ്ഞ് 0 ആയി, വീണ്ടും അടിയിലോട്ട് ലോസിലോട്ട് പോയി. 140% lower ആയി. The company went into losses due to recession in the market. But if we look at the underlying ratios, we can say it looks better. Even after reducing the marketing and administrative expense, we have less control over our operating expenses. അപ്പോൾ ശരിക്കും ഇവിടെ
ഈ 8.4 കാണുമ്പോൾ ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഈ ഇതെടുക്കൂലേ, അതായത് കൺട്രോൾ എങ്ങനെയാ നമുക്കറിയാം, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് വെക്കും. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസും ഇവരുടെ ഡിഫറൻസ് എടുക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടുതൽ ഇവിടെ തന്നെയാണ്. ആൻഡ് നമ്മളൊരു ലൈൻ വായിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ, അതായത് ക്വസ്റ്റ്യനിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആൻഡ് അണ്ടർടേക്കൻ കോസ്റ്റ് സേവിങ്സ് ഇൻ അഡ്വർടൈസിംഗ് ആൻഡ് അതർ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. അപ്പൊ നമ്മൾ കോസ്റ്റ് സേവിങ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കോസ്റ്റ് സേവിങ്സ് കൊണ്ടുവന്നിട്ട് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൺട്രോൾ ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ അല്ലേ? ആൽവിൻ മറ്റേ അണ്ടർലൈങ്ങിന്റെ കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ എക്സ്പെൻസസും ഞാൻ എടുത്തു കളഞ്ഞു. അതായത് 1500 കോസ്റ്റ് ഓഫ് സെയിൽസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു, 1300 കോസ്റ്റ് ഓഫ് സെയിൽസ് ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു, രണ്ട് സ്ഥലത്തുനിന്ന് എടുത്തു കളഞ്ഞു. പിന്നെ അഡ്മിൻ എക്സ്പെൻസിൽ ഒരു 1600 ചാർജ് ചെയ്തു എന്ന് പറഞ്ഞു, ഞാൻ അത് എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫിനാൻസ് കോസ്റ്റ് വാസ് 600 വിച്ച് വാസ് 8%. പക്ഷെ പണ്ട് ശരിക്കും 4.5% വരാൻ പാടില്ലായിരുന്നോ? അപ്പൊ അതിലോട്ട് മാറ്റി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പൊ ഇതും മാറി. ഇത് വെച്ചിട്ട് ഞാൻ നോർമലി റേഷ്യോസ് കണ്ടു. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം, 6800 ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100, PBIT ഡിവൈഡഡ് ബൈ റവന്യൂ ഇൻറ്റു 100. അതേപോലെ ഫിനാൻസ് കോസ്റ്റിന്റെ ഇത് വരുന്നത് ഇൻട്രസ്റ്റ് കവറിലാണ്. ഇൻട്രസ്റ്റ് കവർ എങ്ങനെയാ നമ്മൾ കാണാം, ഫിനാൻസ് കോസ്റ്റ് ഡിവൈഡ് PBIT ഡിവൈഡഡ് ബൈ ഫിനാൻസ് കോസ്റ്റ്. അപ്പൊ എത്ര ടൈംസ് ഉണ്ട് എന്ന് അറിയാൻ പറ്റും. അത് നോർമൽ കാൽക്കുലേഷൻ ആണ് ചെയ്തത്. ഓക്കെ അല്ലേ? അത് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത് ഓക്കെ ആണോ? Then comes liquidity ratio. Liquidity ratio നിങ്ങൾ കാണുകയാണെങ്കിൽ ഞാൻ കറന്റ് റേഷ്യോ ക്വിക്ക് റേഷ്യോനും ഒറ്റൊരു ഡിസ്കഷൻ ആണ് എഴുതിയിരിക്കുന്നത്, ഒരു സിംഗിൾ ഡിസ്കഷൻ. എന്താണെന്ന് വെച്ചാൽ രണ്ടിനും കൂടി ഒരുമിച്ച് പറയാം. The liquidity ratios have increased. This may be due to recession, as during recession sales have gone down, increasing the closing inventory. This was the most easiest thing to catch. പിന്നെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കറന്റ് റേഷ്യോ മാത്രമേ കൂടാൻ പാടുള്ളൂ. കറന്റ് റേഷ്യോ മാത്രമല്ല കൂടിയിരിക്കുന്നത്, കറന്റ് റേഷ്യോന്റെ പകരം അണ്ടർലൈങ് 2010 വെച്ചിട്ടാണ് ചെയ്യുക. അന്നല്ല ഇതുള്ളത് റിസെഷൻ ഉള്ളത്. റിസെഷൻ എല്ലാം മാറ്റാൻ നോക്കണത്. 2009 റിസെഷൻ ഇല്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വീണ്ടും ബാക്ക് ടു ദി ആൻസർ. നമ്മുടെ കറന്റ് റേഷ്യോ മാത്രം കൂടി ക്വിക്ക് റേഷ്യോ കുറവാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്തായിരുന്നു. ഡ്യൂറിംഗ് റിസെഷൻ സെയിൽസ് ഹാവ് ഗോൺ ഡൗൺ, ഇൻക്രീസിംഗ് ദി ക്ലോസിംഗ് ഇൻവെന്ററി. ബട്ട് we can even see the quick ratio is high, which may be due to the cash received from share issue and cash saved from cutting off dividends. അപ്പൊ ഇവിടെ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനില്, ഇവിടെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷ് ഫ്ലോസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് to help cash flows company made a right issue during the year and reduce dividends per share by 50%. അപ്പൊ നമുക്ക് ക്യാഷ് അങ്ങനെയാണ് കയറി എന്ന് പറയണം. ഓക്കെ അല്ലേ? Then comes payable days. എല്ലാ വട്ടവും നമ്മൾ പേയബിൾ ഡേയ്സിൽ എന്താണ് പറയാറ്? We used to tell that 40 days 49 days ആയി നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് കൂടി എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കിട്ടുന്നുണ്ട. ഇവിടെ അതല്ല പറയേണ്ടത്. See, you have to understand what the situation is. അപ്പൊ payable days have increased by 9 days, which is due to recession in the market, as companies may find it difficult to raise money to settle payables, and also supplier wants to increase sales during these difficult times. അപ്പൊ സപ്ലയറിന്റെ സെയിൽസ് കൂട്ടാൻ വേണ്ടി അവർ കൂടുതൽ ഡേയ്സ് കൊടുക്കും. അതേപോലെ നമുക്ക് ഈ സപ്ലയേഴ്സിന് കാശ് അടയ്ക്കാനുള്ള സിറ്റുവേഷൻ പണ്ടത്തെ പോലെ അത്ര നല്ലതായിരിക്കില്ലല്ലോ റിസെഷൻ ടൈമിൽ, നമുക്ക് കൂടുതൽ ടൈം എടുക്കും. അപ്പൊ അതൊക്കെ കണ്ടിട്ടാണ് സപ്ലയർ നമുക്ക് ഡേയ്സ് കൂട്ടി തരുന്നത് നല്ലത് പറയണം. അല്ലാണ്ട് നേരെ കയറി നമ്മുടെ ക്രെഡിറ്റ് വർത്തിനെസ് റിസെഷൻ ആയപ്പോഴേക്കും അതിഗംഭീരമായിട്ട് കൂടി എന്ന് പറയരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ അണ്ടർലൈങ് സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമാണ് നമ്മളൊന്ന് മാറ്റി പിടിക്കുക പേയബിൾ ഡേയ്സിന്. അതുകൊണ്ടാണ് ഞാൻ പേയബിൾ ഡേയ്സ് സ്പെസിഫിക്കലി ഇവിടെ എടുത്ത് കാണിച്ചത്. അതേപോലെ റിസീവബിൾ ഡേയ്സ് ആണെങ്കിലും നിങ്ങൾ എന്ത് പറഞ്ഞേനെ, റിസീവബിൾ ഡേയ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ റിസെഷന്റെ ടൈം ആണ്, നമ്മൾ റിസീവബിൾ ഡേയ്സ് കൂട്ടി വെച്ചാലേ നമുക്ക് സെയിൽസ് ഒക്കെ നടക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് ചെയ്യണതാ. റാദർ ദാൻ ടെല്ലിംഗ് ദാറ്റ് നമ്മുടെ റിസീവബിൾസ് ഡിപ്പാർട്ട്മെന്റ് ഇൻഎഫിഷ്യന്റ് ആണെന്ന് പറയാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ കംസ് ഡെറ്റ് ബൈ ഇക്വിറ്റി. ഗിയറിംഗ് ശരിക്കും ഇല്ലേ
കുറയണമായിരുന്നു. Why? You have made a right issue. മക്കളെ, you have made a right issue. ഡിവിഡൻസ് കുറച്ചിട്ടുണ്ട്. So equity is going to rise. റൈറ്റ് ഇഷ്യൂ വരുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഷെയർ പ്രീമിയം കൂടും. ഡിവിഡൻസ് കുറയുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ് കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡെറ്റ് ബൈ ഇക്വിറ്റി, അതായത് ഗിയറിംഗ് കുറയണമായിരുന്നു. പക്ഷെ ഈ കൊല്ലം 22 23 ആയി, കുറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ അതേപോലെ തന്നെയാ പറഞ്ഞത്. ആസ് there was a right issue and the dividends paid were cut to 50%, the gearing must have been reduced. But still in 2010 our gearing has increased. This may be due to recession in the market, as there was an impairment loss ഉണ്ടായിരുന്നില്ലേ, which was settled with revaluation surplus. എന്റെ ഇക്വിറ്റി വീണു ഭയങ്കരമായിട്ട്. എന്തുകൊണ്ടാ? ഇവിടെ നോക്കിയേ, എന്റെ റീവാലുവേഷൻ സർപ്ലസ് 4500 ഉണ്ടായിരുന്നു. അതിന് എന്തായി പോയി? നില്ലായി പോയി. ഇത് നില്ലാവാനുള്ള റീസൺ എന്തായിരുന്നു? ഇറ്റ് വാസ് ഇമ്പയർമെന്റ്. അപ്പൊ ആ ഇമ്പയർമെന്റ് എന്ത് കാരണം കൊണ്ടാണ് വന്നത്? ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് റിസെഷൻ. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ there was a impairment which settled with revaluation surplus, reducing equity and increasing gearing. If we were to calculate, അതായത് നമ്മൾ എങ്ങാനും അണ്ടർലൈങ് റേഷ്യോസ് ഈ ഗിയറിംഗിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യായിരുന്നെങ്കിൽ the gearing would have reduced further. Okay അല്ലേ? ഓക്കെ, ഇവിടെ ഒരു ഡൗട്ട് ഇടയിൽ വന്നിട്ടുണ്ട്. അതായത് ആ 140% പറയാൻ. ആ 140%ന്റെ ഡിഫറൻസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇസ് ഡ്യൂ ടു you had 15%, that was a profitable positive percentage, and then now we have fallen to a negative percentage because you are making a loss. അപ്പൊ 15% കുറഞ്ഞ് 0%, പിന്നെ -%. അപ്പൊ 15.3% മൊത്തം കുറഞ്ഞു. 100% ഓൾറെഡി കുറഞ്ഞു, പ്ലസ് 100-നെക്കാട്ടും കൂടുതൽ കുറഞ്ഞു. അപ്പൊ എങ്ങനെ 140? -6.44 minus 15.3 divided by 15.3, you're going to get minus 140%. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ആ 140-ന്റെ. അടുത്ത ഡൗട്ട് വന്നിട്ടുണ്ട്. In case of debt increased instead of equity, gearing ratio will decrease. Yes, debt increase ആവണമെങ്കിൽ gearing ratio അല്ല, debt increase ആവണമെങ്കിൽ gearing ratio കൂടിയനെ. In case of debt increase, debt കൂടിയെന്ന് വിചാരിക്കും, അപ്പൊ ഗിയറിംഗ് എന്തായാലും കൂടിയനെ. ഡെപ്റ്റ് കുറഞ്ഞ ഗിയറിംഗ് കുറഞ്ഞാണ്. ഇവിടെ പക്ഷെ ഡെപ്റ്റ് കുറഞ്ഞുകൊണ്ടുള്ള ഗിയറിംഗ് കുറഞ്ഞതല്ല, അല്ലെങ്കിൽ ഡെപ്റ്റ് കൂടിയോണ്ടുള്ള ഗിയറിംഗ് കൂടിയതല്ല. ഇവിടുത്തെ കേസിൽ നമ്മുടെ എന്ത് ഇക്വിറ്റിനെയാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മാറ്റാണെങ്കിൽ തന്നെ എന്ത് വന്നേനെ? നമ്മുടെ ഗിയറിംഗ് വീണേനെ. നമ്മൾ അതിന്റെ അണ്ടർലൈൻ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ അല്ലേ? And lastly we have interest cover. Interest coverൽ നേരത്തെ 0 times ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, as we were making a loss in the year 2010, we were not able to cover our interest. But when we look at the underlying ratios, we can say that we have a healthy coverage. ഇതിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയൊരു എന്തിന്റെ ആവശ്യമില്ല, കൺക്ലൂഷന്റെ ആവശ്യമില്ല. ഇത്ര പറഞ്ഞാൽ മതി. So what I want you all to do is, I want you all to solve this question once more. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അണ്ടർലൈങ് സിറ്റുവേഷൻസ് മനസ്സിലാവും. ആൻഡ് അണ്ടർലൈങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയാം, ഇറ്റ് ഇസ് നോട്ട് ഓൺലി റിസെഷൻ, എർത്ത് ക്വിക്ക്, കോവിഡ്, വോർ, അങ്ങനത്തെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത സിറ്റുവേഷൻസ് എന്ത് വന്നാലും യു ക്യാൻ ടേക്ക് അണ്ടർലൈങ് റേഷ്യോസ്. ഇത് നിങ്ങളുടെ കോൾ ആണ്. യു ഹാവ് ടു calculate underlying ratios on your own. They will never tell in the exam to calculate underlying ratios. You have to understand from the scenario. Okay അല്ലേ? ഇതേപോലെ തന്നെ അഡ്ജസ്റ്റഡ് റേഷ്യോസും വരാം. പക്ഷെ അഡ്ജസ്റ്റ്മെന്റ്സ് തന്നിട്ട് അവർ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് അഡ്ജസ്റ്റഡ് റേഷ്യോസ് ആണ്. അപ്പൊ ഇതേപോലെ അണ്ടർലൈനിന്റെ പകരം അഡ്ജസ്റ്റഡ് റേഷ്യോസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടി വരും. പക്ഷെ അത് അവരെടുത്ത് പറയുമ്പോൾ മാത്രം. ഇത് അവരൊന്നും പറയില്ല, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതാണ് അണ്ടർലൈൻ. അതുകൊണ്ടാണ് സ്പെസിഫിക്കലി കുറെ കുട്ടികൾ ഇത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്തത്. ഓക്കെ അല്ലേ? സോ ഐ വോണ്ട് യു ഓൾ ടു ട്രൈ ആൻഡ് സോൾവ് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് നാളെ തൊട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തിലോട്ട് കിടക്കാം,
MCQs ചെയ്യാൻ കിടക്കാം. So we'll be having one more extra day of marathon because MCQs മൊത്തം നമുക്ക് തീർക്കണം. Okay അല്ലേ? അപ്പോൾ നമ്മുടെ വലിയ ഏരിയാസ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. And I hope that it was helpful, and I'll see you tomorrow. Ta? Bye. Take care.